ഡോക്ടർ ബി അശോക് IAS ഈ സർക്കാരിൻ്റെ കാലാവധി തീരാൻ കുറച്ച് ദിവസം മുമ്പുള്ളപ്പോഴാണ് സസ്പെൻഡ് ചെയ്തത്. അദ്ദേഹമാണെങ്കിൽ പല മാധ്യമങ്ങളിലും വന്നിരുന്ന് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ ഗൂഢനീക്കങ്ങൾക്കെതിരെയും ഒക്കെ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അദ്ദേഹത്തിന് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു വെറ്റിനറിയനാണ്. അങ്ങനെ ഒരുപാട് പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ്. കാർഷിക സർവകലാശാലയുടെ അധ്യക്ഷനുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ വീണ്ടും കൊടുക്കാൻ ശ്രമം. ഇപ്പോൾ സർക്കാരിന് ബലമില്ല, അതുകൊണ്ട് ആളെ വിട്ട് കൊടുക്കുകയാണ്. സർക്കാർ അനുകൂല സംഘടനകളെ, CITUകാരെയും അതുപോലെ CPM-ന്റെ അനുകൂല സംഘടനകളെയും വിട്ട് കാർഷിക സർവകലാശാലയുടെ VC എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തെ കുടുക്കാനുള്ള ആലോചനകൾ നടക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുഴപ്പിക്കാനുള്ള ചില ആലോചനകൾ നടക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. ഇപ്പം സർവകലാശാലയിലെ VC ഓഫീസിൽ അശോക് ഹാജരാകുന്നില്ല. അത് അദ്ദേഹം സൗകര്യമുള്ളപ്പോൾ ഹാജരായിക്കോളും. അദ്ദേഹത്തിന് അറിയില്ലേ അറ്റൻഡൻസിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ VC എപ്പോഴാണ് ഹാജരാകേണ്ടത്, എന്തിനാണ് ഹാജരാകേണ്ടത് എന്ന് സർവകലാശാല ചട്ടപ്രകാരം അറിയില്ലേ. അതിനാൽ ഫയലുകൾ നീങ്ങുന്നില്ല എന്നുമാണ് സർവകലാശാലയിലെ ഒരു വിഭാഗം ജീവനക്കാർ, ഈ ഇടതുപക്ഷ സംഘടനയുമായി ബന്ധപ്പെട്ട ജീവനക്കാർ ഇപ്പോൾ ആരോപിക്കുന്നത്. അശോകുമായി ഏറ്റുമുട്ടലിലായിരുന്ന ഒരു വിഭാഗമാണ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പം അവനവന് പറ്റിയില്ലെങ്കിൽ അവനവൻ്റെ ആൾക്കാരെ വിട്ടെങ്കിലും കൊടുക്കും. അതാണ് പിണറായി വിജയൻ്റെ ഒരു പകയുടെ ഒരു വ്യാപ്തി. അതായത് തനിക്ക് പറ്റില്ല, ഇപ്പം നിയമപരമായി തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തൻ്റെ ആളുകളെ വിട്ട്, വേണ്ടപ്പെട്ടവരെ വിട്ട് കണ്ടിട്ട് ഇവനെ എങ്ങനെങ്കിലും കൊടുക്കണം, ഇവനെ എങ്ങനെങ്കിലും കുഴപ്പിക്കണം, ഇവനെ എങ്ങനെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പ്രത്യേകമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണ് സാക്ഷാൽ പിണറായി വിജയൻ എന്നാണ് തോന്നുന്നത്. നിലവിൽ VC എന്ന പദവി മാത്രമാണ് അശോകിനുള്ളത്. കാരണം അദ്ദേഹം സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കെയാണ് സസ്പെൻഡ് ചെയ്തത്. 2023 മാർച്ചിൽ ആണ് വൈസ് ചാൻസലറുടെ അധിക ചുമതല ഇദ്ദേഹത്തിന് നൽകിയത്. VCയുടെ അധിക ചുമതല കൂടി നൽകുന്നു എന്ന് കാണിച്ച ഉത്തരവിൽ അശോകിന്റെ പേരിന് പകരം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ എന്ന പദവിയാണ് കാണിച്ചിരുന്നത്. അന്ന് അശോകിനെ VC ആക്കിയത് ചോദ്യം ചെയ്ത് CPM അനുകൂല സംഘടനകളുടെ 2 ഹർജികൾ ഹൈക്കോടതിയിലും എത്തിയിരുന്നു. അപ്പം ഇയാളെ ഇവിടുന്ന് മാറ്റണം, എന്നാലേ യുവമാർക്ക് ഇവിടെ തോന്നിയാസം നടക്കുകയുള്ളൂ. മാത്രമല്ല ഇയാൾക്കിട്ട് പണിയും കൊടുക്കണം. അശോക് പറയുന്നത് VCയുടേത് അധിക ചുമതലയായതിനാൽ അവിടെ VC സന്നിഹിതനാണോ അവിടെയാണ് ഓഫീസ്. സർവകലാശാലയുടെ എല്ലാ ഫയലുകളും ഇന്നലെ വന്നതടക്കം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നാണ്. VC എവിടെയാണോ അതാണ് ഓഫീസ്. കാരണം അധിക ചുമതലയാണ്. അധിക ചുമതല എന്ന് പറഞ്ഞാൽ അതിന് നിയമപരമായ ഒരു സംരക്ഷണമുണ്ട്. അദ്ദേഹം 2, 3 മറ്റേത് സസ്പെൻഡ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല. ഇതിൽ അദ്ദേഹം അധിക ചുമതല വഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സസ്പെൻഡ് ചെയ്തിട്ട് ഇത് മാത്രമാണ് എന്ന ജിയോ വരണം, ഗവൺമെൻറ് ഓർഡർ വരണം. അതില്ലാത്തടത്തോളം കാലം അധിക ചുമതലയാണ്. ഇദ്ദേഹം എവിടെ നിൽക്കുന്നു അതാണ് ഓഫീസ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വരെയുള്ള ഫയലുകളൊക്കെ ക്ലിയർ ചെയ്തതായിട്ട് ബി അശോക് പറയുന്നുമുണ്ട്. അപ്പം ഇത് മനഃപൂർവ്വമുള്ള ഒരു ചതിയാണ്, മനഃപൂർവ്വമുള്ള ഒരു ട്രാപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പക തീർക്കാനായി സ്വന്തം ആളുകളെ വിട്ട്, CPM സംഘടനാ നേതാക്കളെ വിട്ട് കളിക്കുന്ന വൃത്തികെട്ട കളി തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല.